ഇലക്ട്രോണിക് സ്പാർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോണി കമ്പനിയുടെ GZR77D എന്ന മോഡൽ ഹൈഫൈ സിസ്റ്റമാണ് നമ്മളിന്ന് സർവീസ് ചെയ്യുന്നത്. ഇതാണ് ഈ സെറ്റിൻ്റെ ഉൾഭാഗം. സാധാരണ ഹൈഫൈ സെറ്റുകളെ പോലെ ഡിസ്ക് ലോഡർ സെറ്റിൻ്റെ മുകൾ ഭാഗത്തല്ല, അടിഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഒരു സോണിയുടെ ഹൈഫൈ സെറ്റ് സർവീസ് ചെയ്യുമ്പോൾ ഡിസ്ക് ലോഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് പവർ സപ്ലൈ എല്ലാം സർവീസ് ചെയ്യാൻ കഴിയൂ. ഈ മോഡൽ സെറ്റിന് അതിൻ്റെ ആവശ്യമില്ല. അതിന് കാരണം ഡിസ്ക് ലോഡറിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ബോർഡുകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. സോണി കമ്പനി ഹൈഫൈ സെറ്റുകളുടെ പ്രൊഡക്ഷൻ നിർത്തുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ മോഡലുകളിൽ ഒന്നാണ് ഈ സെറ്റ്. ഈ സെറ്റിൻ്റെ പവർ സപ്ലൈക്ക് വേണ്ടി ട്രാൻസ്ഫോമറാണ് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെറ്റിന് ശേഷം വന്നിരിക്കുന്ന സെറ്റുകളിലെല്ലാം SMPS ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. GZR സീരീസിൽ വന്നിരിക്കുന്ന എല്ലാ സെറ്റിലും ട്രാൻസ്ഫോമർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് ഈ സെറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. GZR സീരീസിൽ 77Dക്ക് ശേഷം വന്ന ഹൈഫൈ സെറ്റുകളിൽ വീഡിയോ കാണുന്ന രീതിയിൽ ഗുണമേന്മയേറിയ ഒരു ഡിസ്പ്ലേ കമ്പനി ഫ്രണ്ട് പാനലിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വീഡിയോ കാണുന്ന തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ കമ്പനി ഈ സെറ്റിൽ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. ബാക്കി സർവീസ് എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്ലഗ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അനക്കവുമില്ലാത്ത അവസ്ഥയിലാണ് സെറ്റ് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാൻഡ് ബൈ റിലീസ് ചെയ്യുന്നതിന് ആവശ്യമായി വച്ചിരിക്കുന്ന ട്രാൻസ്ഫോമറിൽ നിന്ന് മദർ ബോർഡിലേക്ക് വോൾട്ടേജ് വരുന്നുണ്ട്. മദർ ബോർഡിൽ നിന്ന് ഫ്രണ്ട് പാനലിലേക്കുള്ള വോൾട്ടേജ് ആണ് മിസ്സായിരിക്കുന്നത്. ഈ സെറ്റ് ഇതേ കംപ്ലൈൻറ്റിന് വേണ്ടി ഇതിനു മുമ്പ് സർവീസ് ചെയ്തിട്ടുണ്ട്. ഈ ട്രാൻസിസ്റ്റർ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാവും. പകുതി പ്രിൻ്റുകളെല്ലാം ബ്രേക്കായിട്ടാണ് ഇരിക്കുന്നത്. കാസറ്റ് പ്ലെയറിൻ്റെ മോട്ടോർ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായുള്ള വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്ന ഭാഗമാണിത്. ഈ കാണുന്നൊരു 5 വോൾട്ട് റെഗുലേറ്ററാണ്. ഈ റെഗുലേറ്ററിലേക്കുള്ള സപ്ലൈ മിസ്സാണ്. ഈ സപ്ലൈ മിസ്സായത് സംബന്ധിച്ചുള്ള ഒരു കംപ്ലൈൻറ്റ് ഈ ട്രാൻസിസ്റ്ററിന് ഇല്ലെങ്കിൽ പോലും ഈ ട്രാൻസിസ്റ്ററിൻ്റെ കണക്ഷൻ നമുക്കൊന്ന് കറക്റ്റായി കണക്ട് ചെയ്ത് വയ്ക്കാം. ഈ റെഗുലേറ്റർ IC വർക്ക് ചെയ്യാതിരുന്നതിനുള്ള കാരണം ഈ റെഗുലേറ്റർ ICയുടെ ഇൻപുട്ട് വോൾട്ടേജ് വരുന്ന ഭാഗത്തെ ഒരു റെസിസ്റ്റർ ബ്രേക്ക് ആയിരുന്നു. നമ്മളത് ചേഞ്ച് ചെയ്തപ്പോൾ റെഗുലേറ്റർ IC കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സെറ്റിൻ്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. നമുക്കിനി സെറ്റ് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. റെഗുലേറ്റർ ICയുടെ കംപ്ലൈൻറ്റ് മാത്രമായിരുന്നു എന്ന്. നിലവിൽ ഇപ്പോൾ ഈ സെറ്റ് സ്റ്റാൻഡ് ബൈ റിലീസ് ആവുന്നുണ്ട്. ഓരോ ഓപ്ഷനും ചേഞ്ച് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. GZR സീരീസിൽ വരുന്ന ഒരു കോമൺ കംപ്ലൈൻ്റ് ആണ് ഈ കാണുന്നത്. ഇത് ഈ സെറ്റിൻ്റെ ഒരു എറർ കോഡാണ്. ഈ എറർ കോഡ് കാണിക്കുമ്പോൾ ഈ സെറ്റിൻ്റെ കൃത്യമായ കംപ്ലൈൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കി മാത്രം സർവീസ് ചെയ്യുക. ആ എറർ കോഡ് എന്തിൻ്റെയാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാം കമ്പനി ഈ സെറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഈ സെറ്റ് സ്റ്റാൻഡ് ബൈ മോഡിൽ കിടക്കുമ്പോൾ റെക്കോർഡ് ടു ടേപ്പ് ഡിസ്ക് 3 സ്റ്റാൻഡ് ബൈ ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെറ്റിൻ്റെ എല്ലാ എറർ കോഡും മാറി സെറ്റ് വർക്കിംഗ് ആയി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്കതിപ്പോൾ വീഡിയോയിൽ കാണാവുന്നതാണ്. അങ്ങനെ എറർ കോഡ് മാറ്റിയതിന് ശേഷം നമ്മൾ ഓരോ ഫംഗ്ഷനായി സെറ്റിൻ്റെ ചെക്ക് ചെയ്യണം. ഏത് ഫംഗ്ഷനിലാണ് കംപ്ലൈൻറ്റ് എന്ന് അറിയുന്നതിന് വേണ്ടിയാണത്. ഡിസ്ക് ലോഡർ ചെക്ക് ചെയ്യുമ്പോൾ ഡിസ്ക് ലോഡറിന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല. അങ്ങനെ നമ്മൾ ഓരോ ഫംഗ്ഷനായി ചെക്ക് ചെയ്തപ്പോൾ ഈ സെറ്റിന് കാസറ്റ് പ്ലെയർ കണക്ട് ചെയ്യാത്തതാണ് കംപ്ലൈൻറ്റ്. എന്നാൽ കാസറ്റ് പ്ലെയർ കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഈ കാസറ്റ് പ്ലെയറിൻ്റെ സ്ട്രിപ്പുകളൊന്നും ഈ സെറ്റിനകത്തില്ല. സോണി കമ്പനിയുടെ മുൻപത്തെ മോഡൽ ഹൈഫൈ സെറ്റുകളും ഈ മോഡൽ സെറ്റുകളും തമ്മിലുള്ള വ്യത്യാസമാണിത്. മുൻപത്തെ മോഡൽ സെറ്റുകളിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കണക്ട് ചെയ്യാതിരുന്നാൽ, അതായത് FMO കാസറ്റ് പ്ലെയറോ ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാതിരുന്നാൽ ആ ഒരു ഓപ്ഷൻ മാത്രമേ വർക്ക് ചെയ്യാതിരിക്കുകയുള്ളൂ. ഈ മോഡൽ സെറ്റുകൾ അങ്ങനെ വർക്ക് ചെയ്യുകയില്ല. എറർ കോഡ് കാണിക്കും. സ്ട്രിപ്പില്ല എന്ന് കസ്റ്റമറോട് പറഞ്ഞപ്പോൾ കസ്റ്റമർ പഴയ സ്ട്രിപ്പ് കൊണ്ടുവന്നു. ഇതായിരുന്നു ആ സ്ട്രിപ്പിൻ്റെ അവസ്ഥ. ഈ സ്ട്രിപ്പ് ലോക്കൽ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ അല്ല. പലതരത്തിലുള്ള സ്ട്രിപ്പുകൾ നോക്കിയതിന് ശേഷം നമ്മൾ ഈ സ്ട്രിപ്പ് തന്നെ റീകണ്ടീഷൻ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു. ഈ മോഡൽ സെറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ സ്ട്രിപ്പുകൾ ഡാമേജ് ആയി പോവാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ മോഡൽ സ്ട്രിപ്പുകൾ റീകണ്ടീഷൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിലും ബുദ്ധിമുട്ടാണ് ഈ സ്ട്രിപ്പിന് പകരം വയർ ജോയിൻറ്റ് ചെയ്യുക എന്നുള്ളത്. മുൻപത്തെ പഴയ മോഡൽ സെറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോൾ പല സ്ട്രിപ്പുകളും ഓപ്പൺ ആയിരിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ അങ്ങനെ ഒരു രീതിയിൽ സ്ട്രിപ്പുകൾ ഓപ്പൺ ചെയ്തിടുക ഈ മോഡൽ സെറ്റുകളിൽ സാധിക്കില്ല. ഈ സെറ്റിൻ്റെ സ്ട്രിപ്പുകൾ ഓപ്പൺ ചെയ്ത് വച്ചിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഡാമേജായി പോകാനുള്ള കാരണവും. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഇതുപോലൊരു സെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്ട്രിപ്പുകൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഡാമേജായി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സ്ട്രിപ്പുകൾ പുതിയത് വാങ്ങുന്നതിന് വേണ്ടി കസ്റ്റമർ ശ്രമിച്ചതാണ്. എന്നാൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ഇത് ചെയ്യുന്നത്. ഈ രീതിയിലെല്ലാം നമ്മൾ സ്ട്രിപ്പുകൾ റെഡിയാക്കുമ്പോൾ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത് ഇതിൻ്റെ നീളം കുറഞ്ഞു പോകാതെയാണ്. ഈ സ്ട്രിപ്പുകൾക്കൊന്നും അധികം നീളം കമ്പനി കൊടുക്കുകയില്ല. അങ്ങനെ നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ റീകണ്ടീഷൻ കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാൻ കഴിഞ്ഞു.
ഈ സെറ്റിൻ്റെ കാസറ്റ് പ്ലെയറിലേക്ക് 2 സ്ട്രിപ്പുകളാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു സ്ട്രിപ്പ് മാത്രമേ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിഞ്ഞുള്ളൂ. മറ്റേ സ്ട്രിപ്പ് ഒരുപാട് ഡാമേജായി പോയിരിക്കുകയാണ്. ആ സ്ട്രിപ്പ് റീകണ്ടീഷൻ ചെയ്താലും നീളം എത്താത്തതുകൊണ്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്കതൊരു വയറിട്ട് വേണം കണക്ഷൻ കൊടുക്കുവാൻ. ഒരു സ്ട്രിപ്പ് റെഡിയാക്കി എടുക്കുവാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് വയറുകൾ കണക്ട് ചെയ്ത് കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. ആ മോട്ടറിൻ്റെ ഭാഗത്തായി കാണുന്ന ബോർഡിലാണ് ഈ സെറ്റിൻ്റെ സെൻസറുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സെൻസറിൽ നിന്ന് കണക്ഷൻ ചെന്നില്ല എങ്കിൽ സെറ്റ് എറർ കോഡ് കാണിക്കും. വയറിട്ട് കണക്ഷൻ കൊടുത്തതിന് ശേഷവും എറർ കോഡ് കാണിക്കുന്നതുകൊണ്ട് വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ ഈ മോട്ടറിന് ആവശ്യമായിട്ടുള്ള ബെൽറ്റുകളൊന്നും ഈ സെറ്റിൽ കാണുന്നില്ല. ഈ സെറ്റിൻ്റെ ബെൽറ്റ് ഡാമേജായി പോയിരുന്നതാണ് എങ്കിൽ ഈ സെറ്റിൻ്റെ അകത്ത് ആ ബെൽറ്റ് ഉണ്ടായിരുന്നേനെ. ഈ സെറ്റിൻ്റെ അകത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബെൽറ്റുകൾ മാറി മാറി ഇട്ടതിന് ശേഷമാണ് ഒരു അളവിലുള്ള ബെൽറ്റ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെ ഈ മോഡൽ സെറ്റുകൾ ഓപ്പൺ ചെയ്ത് പല സാധനങ്ങളും മിസ്സായതിന് ശേഷം സർവീസിന് കൊണ്ടുവരുമ്പോഴാണ് ഈ മോഡൽ സെറ്റുകൾ സർവീസ് ചെയ്യുന്നതിന് മെക്കാനിക്കുകൾ മടിക്കുന്നത്. ഇപ്പോൾ ഈ സെറ്റിൻ്റെ കാസറ്റ് പ്ലെയർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കൃത്യ അളവിലൊരു ബെൽറ്റ് എൻ്റെ വശം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിഞ്ഞത്. ഈ സെയിം ബെൽറ്റ് കിട്ടിയില്ല എങ്കിൽ ഈ കാസറ്റ് പ്ലെയർ വർക്ക് ചെയ്യാതിരിക്കുകയും വീണ്ടും എറർ കോഡ് സെറ്റ് കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമായിരുന്നു. കാസറ്റ് പ്ലേ ആവുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ സെറ്റിൻ്റെ ഓരോ ഭാഗവും റിട്ടേൺ സെറ്റ് ചെയ്യാം. അങ്ങനെ ബോർഡുകളെല്ലാം നമ്മൾ കറക്റ്റായി കണക്ട് ചെയ്തിട്ടുണ്ട്. വയർ ജോയിൻറ്റ് ചെയ്ത് കൊടുത്ത് ഗ്ലൂ സ്റ്റിക്ക് ഇട്ട് നമ്മളത് ഉറപ്പിച്ച് വെക്കണം, അല്ലെങ്കിൽ വീണ്ടും ഡാമേജായി പോകാനുള്ള സാധ്യതയുണ്ട്. കാസറ്റ് പ്ലെയറിൻ്റെ മോട്ടർ വർക്ക് ചെയ്യുന്നതിന് ആവശ്യമായുള്ള സപ്ലൈ കൊടുക്കുന്ന ട്രാൻസിസ്റ്ററാണ് നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കിയത്. അതിൻ്റെ പ്രിൻ്റ് ആദ്യം തന്നെ ബ്രേക്ക് ആയിരുന്നു. ഇതുകൊണ്ടെല്ലാമായിരുന്നു സെറ്റ് എറർ കോഡ് കാണിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു കണക്ഷൻ കൊടുത്തില്ല എങ്കിൽ പോലും എറർ കോഡ് കാണിക്കുകയില്ല. എന്നാൽ സെൻസറുള്ള ഭാഗത്തേക്ക്, അതായത് മോട്ടറിൻ്റെ കണക്ഷൻ പോകുന്ന ഭാഗത്തുള്ള കണക്ഷനെല്ലാം കറക്റ്റായി ലഭിച്ചില്ല എങ്കിൽ സെറ്റ് എറർ കോഡ് കാണിക്കും. സെറ്റ് റെഡിയായി കഴിഞ്ഞാൽ ഒരു ബ്ലൂടൂത്ത് ബോർഡ് കൂടി കണക്ട് ചെയ്യണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു. നമ്മൾ ഈ രീതിയിലുള്ള ഒരു ബ്ലൂടൂത്ത് ബോർഡാണ് എടുത്തിരിക്കുന്നത്. അതിന് കാരണം ഈ സെറ്റിന് പെൻഡ്രൈവ് നമുക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സെറ്റാണിത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മോഡൽ ബോർഡ് യൂസ് ചെയ്യുന്നത്. കണക്ഷൻ എല്ലാം കൊടുത്തതിന് ശേഷം ബ്ലൂടൂത്ത് ബോർഡ് നമ്മൾ നല്ല രീതിയിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ സെറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി.